വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ദേവർഷോൽ ഉസ്താദ്, അതുപോലെ വേദിയിലുള്ള മറ്റ് പണ്ഡിതന്മാർ, സദസ്സിലുള്ള മുതഅല്ലിം സുഹൃത്തുക്കൾ, മുഹിബ്ബീങ്ങൾ, സഹോദരി സഹോദരന്മാർ, സുദീർഘമായ പ്രസംഗത്തിൻ്റെ വേദിയല്ല. അൽഹംദുലില്ലാഹ് വേണ്ടുവോളം ദേവർഷോൽ ഉസ്താദ് എല്ലാ രൂപത്തിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെ മതി എന്ന് മനസ്സിലാക്കുന്നതാണ് ഞാൻ. ഏതായാലും അല്ലാഹുവിൻ്റെ ദീൻ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും, അതിന് യാതൊരു സംശയം ഇല്ല. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ആ അംബിയാ മുർസലീങ്ങളുടെ അനന്തരം അത് ആലിമീങ്ങളായതുകൊണ്ട് തന്നെ അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തും. ബഹുമാനപ്പെട്ട ഹബീബുന, മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ 3-4 ദിവസം എന്ന് കാണാം. ആരും ഒന്നും മിണ്ടുന്നില്ല. ശാന്തമായ അന്തരീക്ഷം. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ റസൂലുള്ളാഹിയുടെ ദീൻ ഏറ്റെടുത്ത് പറയുകയുണ്ടായി. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ നിലക്കും ഹലോ കുന്തു വഹ്ദി എന്ന് പറഞ്ഞ്, ഞാൻ ഒറ്റക്കാണെങ്കിൽ ദീൻ നയിക്കുമെന്ന് പറഞ്ഞ് അവിടുന്ന് ദീൻ നയിക്കുന്നു. അങ്ങനെ വന്ന് വന്ന് ആ ദീൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഉലമ ആകുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ആ തങ്ങളിലേക്കും ആ ഇൽമ് എത്തുന്നു, എത്തിക്കപ്പെടുന്നു. താജുൽ ഉലമ ബേക്കൽ ഉസ്താദിനെ സ്മരിക്കുകയാണെങ്കിൽ ആദ്യം അവിടുത്തെ ഉസ്താദിനെ സ്മരിക്കപ്പെടണം. ആരാണ് ഉസ്താദ്? ഞങ്ങളുടെയും നിങ്ങളെയും എന്നല്ല, കേരള കർണാടക എന്നല്ല, GCC എന്നല്ല, ലോകമെമ്പാടും നേതാവായ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ പറ്റി പറയൽ നിർബന്ധമാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാ നിലക്കും ഇൽമ പ്രചരിപ്പിച്ചത് മഹാനായ താജുൽ ഉലമയാണ്. യാതൊരു സംശയം അതിനില്ല. എന്തേ താജുൽ ഉലമക്ക് ഈ ഒരു പവിത്രത വന്നത്? ഇൽമ മാത്രമാണോ? അല്ല, അവിടുത്തെ ഇസ്തിഖാമത്ത്, തഖ്വ, പഠിച്ച ഇൽമ അത് ജീവിത രീതിയിലും കൊണ്ടുനടത്ത് എന്ന് മാത്രമല്ല, എവിടെയൊക്കെ അവിടുത്തെ പ്രബോധനം നടക്കുന്നുവോ ആ പ്രബോധന വേദിയിലെല്ലാം അവിടുത്തെ തഖ്വയെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ ജീവിത രീതിയും കൂടി പഠിപ്പിക്കുകയുണ്ടായി, പറഞ്ഞു തരലുണ്ടായിട്ടുണ്ടായിരുന്നു. എന്തേ ഈ രൂപത്തിലുണ്ടാകുന്ന താജുൽ ഉലമക്കുണ്ടായ ദറജ അവിടുത്തെ ഉമ്മാന്റെ പൊരുത്തം തന്നെയാണ്, ബാപ്പാന്റെ പൊരുത്തം തന്നെയാണ്. അവിടുത്തെ ഉമ്മ താജുൽ ഉലമക്ക് ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. അവർ 2 ആൺമക്കൾ. ആ ആൺമക്കളെ കാണിച്ച് പറയുമായിരുന്നു, ആ കാലത്തുണ്ടാകുന്ന സയ്യിദന്മാരോടും ആലിമീങ്ങളോടൊക്കെ
എൻ്റെ ഈ 2 മക്കളും ആലിമാവണം, വലിയ പണ്ഡിതനാവണമെന്ന് ദുആ ചെയ്യിപ്പിക്കാറുമുണ്ടായിരുന്നു എന്ന് ഈ സംഭവം താജുൽ ഉലമ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ നിലക്ക് താജുൽ ഉലമ എല്ലാ നിലക്കും ദറസിലും പഠിച്ച് അല്ലാഹുവിൻ്റെ ദീൻ ഇൽമു പഠിച്ച് അവറാൻകുട്ടി മുസ്ലിയാർ, അതുപോലെ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, പറവണ്ണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന പ്രഗൽഭ പണ്ഡിതന്മാരായ ആലിമീങ്ങളിൽ ദർസ് പഠിച്ചതിന്റെ ശേഷം ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഷെയ്ഖ് ഹസൻ ഹസറത്തിൽ നിന്ന് പഠിച്ച് ഫസ്റ്റ് റാങ്കോട് കൂടി അവിടെ നിന്ന് ദർസ് നടത്താൻ വേണ്ടി അതാ ഉള്ളാളത്തേക്ക് വരുന്നു. വരുന്ന സമയത്ത് ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രതിപാദിക്കാനുള്ള നേരമല്ല. ഇരിക്കട്ടെ. ദർസ് ഏറ്റെടുക്കുന്ന സമയത്ത് അവിടുത്തെ അമ്മോശനായ സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ എഴിമല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തോട് ആശീർവാദവും വാങ്ങി ദർസ് തുടങ്ങാമെന്ന് കരുതി. എഴിമല തങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അമ്മോശൻ, ഭാര്യയുടെ ബാപ്പ, ഇവരുടെ അമ്മോശൻ വലിയ പണ്ഡിതനാണ്, ആലിമാണ്, ആബിദാണ്. അങ്ങനെ ആ തങ്ങളോട് ചോദിക്കാൻ വേണ്ടി തങ്ങളന്ന് ജോലി ചെയ്യുന്ന സ്ഥലം മട്ടാഞ്ചേരി എന്ന സ്ഥലത്താണ്, കൊച്ചിയിലെ മട്ടാഞ്ചേരി. അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ അന്നത്തെ വലിയ മസ്താനുമായ പള്ളിപ്പടി മസ്താൻ യാദൃശികമായി കണ്ടുമുട്ടി. അവിടുന്ന് ദുആ ചെയ്തു, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നുള്ള ആ ദുആ താജുൽ ഉലമക്ക് ദുആ ചെയ്യലോട് കൂടി അൽഹംദുലില്ലാ ആ ദുആന്റെ ആശീർവാദവും എന്നല്ല ആ സയ്യിദ് അവരുടെ പൊരുത്തവും ഉമ്മാന്റെ ഗുരുത്വവും പൊരുത്തത്തോടു കൂടിയതാ ലോകമെമ്പാട് ഹസനാത്ത് എത്തിക്കാൻ പറ്റി. ഏതാണ് ആ ഹസനാത്ത്? അല്ലാഹുവിന്റെ ഇൽം. ഏത് രൂപത്തിൽ? പ്രബോധനം ചെയ്തും ദർസ് നടത്തിയും ശിഷ്യന്മാരെയും വാർത്തെടുത്തു. എല്ലാ രൂപത്തിലും ഹസനാത്ത് അവിടുന്ന് നൽകപ്പെട്ടു. ആ ശിഷ്യന്മാരുകളിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് താജുൽ ഫുഖഹ ബേക്കൽ ഇബ്രാഹിം ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആമീൻ. താജുൽ ഉലമനെ സാധാരണഗതിയിൽ വലിയ ആലിമാണ്, പണ്ഡിതാണ്, സയ്യിദനാണ് എന്നുള്ള തർക്കമില്ല. ആ കാലഘട്ടത്തിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കിയത് എല്ലാ നിലക്കും പവറുണ്ട് എന്നുള്ള മനസ്സിലാക്കി. പക്ഷെ എത്രത്തോളം ഇൽമിന്റെ ആഘാതമുണ്ട് എന്നുള്ളത് അറിയിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദായിരുന്നു. ആ സമയത്താണ് ബേക്കൽ ഉസ്താദിന്റെയും ഇൽമ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. കാരണം അന്ന് ഞാൻ ഏകദേശം +2 ഡിഗ്രി പഠിക്കുന്നുണ്ട്. താജുൽ ഉലമന്റെ അനുസ്മരണം വഫാത്ത് കഴിഞ്ഞ് 40-ന്റെ ഉള്ളിൽ സമസ്ത മലപ്പുറത്ത് വെച്ച് നടത്തിയപ്പം അതിന്റെ മുഖ്യ പ്രഭാഷണം ബേക്കൽ ഉസ്താദായിരുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉസ്താദ് താജുൽ ഉലമനെ പറ്റിയിട്ട് പറഞ്ഞു. ആ സമയത്ത് ആണ് എ പി ഉസ്താദ് എന്നല്ല വലിയ എല്ലാ ആലിമീങ്ങളും ഒരുപാട് വിഷയങ്ങൾ ഗോളശാസ്ത്രത്തെയും അതുപോലെ ആ കാലഘട്ടത്തിന് സമകാലികപരമായ വിഷയങ്ങളൊക്കെ താജുൽ ഉലമ പ്രതിപാദിച്ചതും പറഞ്ഞുകൊടുത്തതും ആ സബക രീതിയും പറഞ്ഞ് ആരാണ് പറയുന്നത്? ബേക്കൽ ഉസ്താദാണ് പറയുന്നത്. ആരെപ്പറ്റി? താജുൽ ഉലമനെ പറ്റി. അപ്പൊ എത്രത്തോളം ഉണ്ടാവും താജുൽ ഉലമന്റെ അറിവ് എന്ന്
അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ ദറജ ഓരോ വ്യക്തിത്വവും അള്ളാഹു നൽകിയിട്ടുണ്ട്. താജുൽ ഉലമയാവട്ടെ, ബേക്കൽ ഉസ്താദാവട്ടെ, അവിടുത്തെ ശിഷ്യന്മാരിൽ നിന്ന് പലവരും അവരെല്ലാം അറിയപ്പെട്ടത് അള്ളാഹുവിന്റെ ദീനീ പ്രബോധനം നടത്തിയാണ്. എങ്ങനെയുള്ള ദീനീ പ്രബോധനം? ആ തഖ്വയോടെ ഹഖ് ഹഖായി തുറന്നു പറഞ്ഞ് ആ രൂപത്തിലുണ്ടാകുന്ന ദീനീ പ്രവർത്തനത്തിലൂടെ അല്ലാഹു അവരെ ലോകം അറിയിക്കപ്പെട്ടു. കാലത്തിനടിസ്ഥാനത്തിലുള്ള ഒരു കോലം കെട്ടൽ അവര് നടത്തിയില്ല. അവര് പകരം ദീനെന്താണ് അത് തുറന്നടിച്ച്, ഹഖെന്താണ് എന്ന് തുറന്നടിച്ച് പറഞ്ഞതിന് കാരണമായിട്ടാണ് അല്ലാഹു തആല ആ നിലക്കുള്ള ദറജ ഉയർത്തി കൊടുത്തത്. നാം മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ ചന്ദ്രനിൽ പോകൂല എന്ന് പറഞ്ഞ ഒരു വിഷയം പ്രതിപാദിക്കുകയുണ്ടായി. അതെല്ലാ നിലക്കും പൊടിച്ചടക്കിയത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയായിരുന്നു. അത്രത്തോളം വിഷയങ്ങളെ പറ്റി തിരുപാടുണ്ടായതും എന്നല്ല, അതിനെ അറിയിക്കുന്നതും ആരാണ്? ഒരു സയ്യിദായ ആലിമാണ്. ജനങ്ങൾക്ക് എല്ലാ നിലക്കും അത് ആ സന്ദേശം എത്തിച്ചു കൊടുത്തത്. അപ്പോൾ അല്ലാഹുവിന്റെ ഇൽമ് അത് എത്രത്തോളം ഉണ്ടാകും? അല്ലാഹുവിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നൂറുൻ ഇൽമു യഖ്ദിഫുഹു അല്ലാഹു ഫീ ഖൽബി ഇബാദിഹി. അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹു വിട്ടുകൊടുക്കുന്ന ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം കിട്ടണമെങ്കിൽ ഖൽബ് ശുദ്ധീകരണം ഉണ്ടാകണം. നിലക്ക് ഫിത്നയും ഫസാദുകളും ഹസദുകളും കിബറും അതെല്ലാം ഒഴിച്ച് ആ രൂപത്തിൽ തന്നെ തഖ്വയോടെ ഉള്ള ജീവിതം ഉണ്ടാകണം. എന്നാലേ അല്ലാഹുവിന്റെ യഥാർത്ഥ ഇൽമ് ആ വെളിച്ചം കിട്ടുകയുണ്ടാവുള്ളൂ. അല്ലാതെ ഉള്ള ഫിത്നയും ഫസാദും ഹസദുകളും കിബറും ഉണ്ടാക്കി നാടാകുന്ന നാടിനെ ഫിത്നയും ഉണ്ടാക്കി എന്നല്ല, സ്വന്തം തന്നെ വലുതവനാണ് എന്നുള്ള കിബർ നടിച്ചിട്ടുണ്ടാകുന്ന ആ ജീവിത രീതിയിൽ യഥാർത്ഥ വെളിച്ചം നേടാൻ സാധിക്കുകയില്ല. അതിനുദാഹരണം ഈ മുൻകഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളായ ഉലമാക്കൾ തന്നെ. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും വളരെ വളരെ ചിന്തിക്കേണ്ടതുണ്ട്. ടെക്നോളജി വർദ്ധിച്ചല്ലോ എന്ന് വിചാരിച്ച് തോന്നിയതുപോലെ പറയാൻ, തോന്നിയതുപോലെ നടക്കാനുള്ളതല്ല. കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കോലം കെട്ടലല്ല. ആലിമീങ്ങളാകുന്ന അവരെല്ലാം ടെക്നോളജി വർദ്ധിച്ചത് കൊണ്ട് തന്നെ അതിനെ പിൻപറ്റി അതിനുവേണ്ടി എല്ലാ നിലക്കുള്ള മസാലകൾ ഹറാം ഹലാലാക്കുന്ന രീതി ഉണ്ടാവരുത്. അല്ലാഹു ചോദിക്കപ്പെടും, എല്ലാ നിലക്കും ചോദിക്കപ്പെടും. ഞങ്ങളുടെ ചോരത്തൾപ്പ് അത് സമയം വരെ ഉണ്ടാകും. പിന്നീട് അല്ലാഹു അതിനെ തിരികെ പിടിക്കും, യാതൊരു സംശയം ഇല്ല. പല നിലക്കും ഇവിടെ ഫിത്നയും ഫസാദുകളും നടക്കുന്നു. ആഖിർ സമാന്റെ ഫിത്നകൾ നടക്കുന്നു. ആഖിർ സമാന്റെ ഫിത്നകൾ എന്ന് പറഞ്ഞാൽ മെയ്ക്കെട്ടി പറയലല്ല. ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഫിത്നയ്ക്ക് വേണ്ടിയിട്ട് യോജിച്ച്, അതിനോട് യോജിച്ച് മുഅ്മിനീങ്ങൾ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഒഴിവാക്കൽ ഞങ്ങളുടെ ബാധ്യത. ഇല്ലെങ്കിലോ പോന്നത്ര പോകട്ടെ എന്ന് അല്ലാഹു കരുതും. പിന്നീട് റബ്ബ് തിരികെ പിടിക്കും, യാതൊരു സംശയവും ഇല്ല. അല്ലാഹു തന്ന കണ്ണ്, അല്ലാഹു തന്ന ചെവി, അല്ലാഹു തന്ന കേൾവി, അല്ലാഹു തന്ന സംസാരം
അതെല്ലാം നിഅമത്താണ്. ഒരു മനുഷ്യ കുട്ടി ഉണ്ടാകണമെങ്കിൽ അതേ സൂറത്തുൻ നിസാഇൽ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. ആ മനുഷ്യ കുട്ടി ഉണ്ടാകണമെങ്കിൽ കണ്ണ് ആവശ്യമില്ല, കണ്ണിന്റെ ദോരമുണ്ടായാൽ മതി. ചെവി ആവശ്യമില്ല, ചെവിന്റെ ദോരമുണ്ടായാൽ മതി. മുൻദ്വാരം ആവശ്യമില്ല, പിൻദ്വാരം ആവശ്യമില്ല, അവിടെ എല്ലാം ദോരമുണ്ടായാൽ മതി. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യ കുട്ടി ഉണ്ടാകണമെങ്കിൽ എന്നാൽ അതേ ഈ മനുഷ്യ കുട്ടിയെ സൃഷ്ടിച്ചതിന്റെ ശേഷം അതാ അല്ലാഹു നൽകുന്നു നിഅമത്ത്. ഏതാ നിഅമത്ത്? കണ്ണ് നൽകുന്നു. മാത്രമല്ല കണ്ണിൽ തന്നെ കാഴ്ച നൽകുന്നു. ചെവിയല്ല, ചെവിയിൽ തന്നെ കേൾവി പ്രദാനം ചെയ്യുന്നു. എന്നല്ല സംസാരം, നാവ് മാത്രമല്ല സംസാരം പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഏതെല്ലാം ശരീരത്തിൽ അവയവങ്ങൾക്ക് അവയവങ്ങളെല്ലാം നൽകി, അതിനൊക്കെല്ലാം ചലനവും നൽകി അല്ലാഹു നിഅമത്ത് നൽകി. ആ നിഅമത്തിനെ ഞാനും നിങ്ങളും അതേ മറുപടി പറയേണ്ടതുണ്ട്. വെറും തിന്മക്ക് മാത്രമല്ല, തന്ന നിഅമത്ത് എന്തിനു ഉപയോഗപ്പെടുത്തി? തന്ന നിഅമത്ത് ദീനിന് ഉപയോഗപ്പെടുത്തിയോ? മറിച്ച് അതല്ല, അതേ ഭൗതികപരമായ ഹറാമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയോ? ഞാനും നിങ്ങളും മറുപടി പറയേണ്ടതുണ്ട്. ഓ സഹോദരി സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലെ ഫിത്ന, അതേ സോഷ്യൽ മീഡിയ ആകുന്ന ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, അങ്ങനെ അടങ്ങുന്ന സോഷ്യൽ മീഡിയ പലതും അതേ ഈ കാലഘട്ടത്തിലെ മക്കളല്ലേ എന്ന് പറഞ്ഞ് മാതാപിതാക്കളതെ മക്കളോട് എല്ലാ നിലക്കും ഈ കാലഘട്ടത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ അംഗീകരിക്കുന്നു. ഓ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, അതേ കാലഘട്ടം ഇനിയും വരുന്നുണ്ട്. വേറൊരു കാലഘട്ടം. ഏതാ ആ കാലഘട്ടം? ഖബർ ജീവിതം. ആ ജീവിതത്തിൽ മറുപടി പറയണമെങ്കിൽ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ അധിഷ്ഠിതമായിരിക്കണം ജീവിതം. അതേ മറുപടി പറയേണ്ടതുണ്ട്. എല്ലാ നിലക്കും മറുപടി പറയേണ്ടതുണ്ട്. ഫിത്ന ആഖിറു സമാന്റെ ഫിത്ന അധികരിക്കുമെന്ന് പറഞ്ഞില്ലേ? ഏതാ ആ ഫിത്ന? ഞാനും നിങ്ങളും അതേ ഒരു സയ്യിദനെന്നല്ല, ആലിമിനെന്നല്ല, ഒരു മുഅ്മിനെന്നല്ല, അതേ വാട്സപ്പിലൂടെ അതാ എല്ലാ നിലക്കും ഗ്രൂപ്പും ഉണ്ടാക്കി ഫിത്ന അധികരിപ്പിക്കുന്നു. നമ്മളെയും കാട്ടിപ്പോൾ അതാ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ നിലക്കുള്ള ഹദീസ് സാധാരണക്കാരനായ ജനങ്ങൾക്ക് അറിയുന്നുണ്ട്. ആഖിർ സമാന്റെ അവസാന കാലഘട്ടമാകുമ്പോൾ ഇൽമ അധികരിക്കും, പക്ഷെ നഫ്അ ചെയ്യൂല, ഉപകരിക്കൂല. എന്നാൽ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അതേ ഈ ഒരു കാലഘട്ടം എന്നതിന് മനസ്സിലാക്കാൻ പറ്റേണ്ടതുണ്ട്. കാരണം എന്തേ? അതേ സാധാരണക്കാർക്ക് തന്നെ നമ്മളെയും കാട്ടി നിങ്ങൾക്കറിയുന്നുണ്ട്. ഇല്ലാത്ത ഹദീസ്, ഇല്ലാത്ത ഖുർആൻ ശരീഫിന്റെ എല്ലാ അർത്ഥമാകുന്ന അർത്ഥം, എല്ലാ നിലക്കുള്ള അതേ ഹദീസിന്റെ വിവരമെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ എവിടെ പോയി സ്വന്തത്തിന് അതേ അറിവ് കിട്ടുന്നില്ല, എന്റെ ഈമാൻ അധികരിക്കുന്നില്ല. ഓ മനുഷ്യ, അതേ തന്ന ഹദീസ് അതാ അരിച്ചു കൊടുക്കുന്നു. ആർക്ക്? അതേ അവനവൻക്ക് വെറുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അതേ അനുകൂലിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവൻക്ക് അനുകൂലിച്ചൊരു ഹദീസ് നൽകിയിട്ട് ചോദിക്കുന്നു, പറയുന്നു, നീയാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്ന് പറഞ്ഞ്, അതെ നീ തന്നെയാണ് ഇതിനെല്ലാം പറയപ്പെടുന്നു എന്ന് പറഞ്ഞ്, ഈ സയ്യിദ് ഇതിനെ അർഹതപ്പെടുന്നു എന്ന് പറഞ്ഞ് നാടൊട്ടാകെ ഫിത്നയുണ്ടാക്കുമ്പോൾ അതെ ഇവൻക്ക് ഇവിടെ ഈ ഹദീസ് ഇവൻക്ക് നഫ്ആകുന്നില്ല. ഫിത്നയിലൂടെ അതാ ഹറാമിലൂടെ ഹലാൽ നേടുന്നു. ഹറാമിലൂടെ ഹലാൽ നേടുന്ന ഒരവസ്ഥ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഹദീസും അറിയുന്നുണ്ട്, എല്ലാ ഹദീസും ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഒരു ജനങ്ങൾക്കും നഫ്ആകുന്നില്ല. എന്താ കാരണം? എല്ലാ ഹദീസും കൊടുത്തിട്ട് പറയും, ആ സയ്യിദ് ഇതിന് അർഹതപ്പെട്ടിട്ടുണ്ട്, ആ ആലിം ഇതിന് അർഹതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തിയോ? ആ ചിന്തയില്ല.
സ്വന്തം നമ്മളെന്നും എല്ലാത്തിലും മുത്തഖിയായിട്ട് എന്നുള്ള ആ ഒരു ചിന്ത, അതോടുകൂടി തന്നെ അതെ ആ ചിന്തയോടുകൂടി അയക്കലോടുകൂടി തന്നെ എന്ത് നൽകി അല്ലാഹു ആ ഹദീസിന്റെ അറിവ് ഈ വ്യക്തിക്ക് ഖൽബിൽ ഇട്ടുകൊടുക്കുന്നില്ല. ഈ ഒരു കാരണം അതാണ് ഹറാമിലൂടെ ഹലാല് നേടുന്നു. ഹദീസ് ഹലാൽ തന്നെയാണ്, പക്ഷെ അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ്? എല്ലാ നിലക്കും പറയാണ് അതാ സയ്യിദിനാണ് ഇത് അർഹതപ്പെട്ടത്. അപ്പൊ ഇവനെന്തായി? അപ്പൊ ഈ അയച്ചു കൊടുക്കലോടുകൂടി ഇവനക്കല്ല ഇത്, ആ വ്യക്തിത്വത്തിന് ഇത് അർഹതല്ല, ആ വ്യക്തി ഇതിനെയും കാട്ടി ഉഷാറാണ് എന്നുള്ള കിബറല്ലേ? കിബർ പറ്റുവോ? ഒരു സയ്യിദിനും ഒരു ആലിമിനും ഒരു ഫഖീറിനും ഒരു ധനികനും കിബറിന് അധികാരമില്ല. അതുകൊണ്ടാണല്ലോ മുഅ്മിനീങ്ങളായ ഞാനും നിങ്ങളും നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്നുള്ള ആ വചനം ഉച്ചരിക്കുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? എല്ലാത്തിനും കഴിവ് അല്ലാഹു എന്ന്. ആ പറയുന്നതിന്റെ പറച്ചില് തന്നെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം തന്നെ അത് തന്നെയാണ്. അഥവാ ഈ നിസ്കരിക്കാൻ പോലും കഴിവ് തന്നത് അല്ലാഹുവാണ് എന്നുള്ള ആ ചിന്തയിലൂടായിരിക്കണം ഞാനും നിങ്ങളും ഇബാദത്ത് നിസ്കരിക്കേണ്ടത്. അതേ ചെയ്യേണ്ട അല്ലാഹു പറഞ്ഞ ഇബാദത്ത്. സ്വദഖ ചെയ്യലും ഇബാദത്താണ്, ഹദിയ ചെയ്യലും ഇബാദത്താണ്, മാത്രമല്ല സാന്ത്വനം ചെയ്യലും ഇബാദത്താണ്. ഈ ഇബാദത്തെല്ലാം അല്ലാഹുവിന്റെ വക്കൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ അതേ അല്ലാഹുവാണ് ഇതിനെല്ലാം വലിയവൻ എന്നിരിക്കെ എന്നിലൂടെ തന്നുവല്ലോ റബ്ബേ, അതുകൊണ്ട് നീ തന്ന അടിസ്ഥാനത്തിലെങ്കിലും എന്നെ കൊണ്ടാകുന്നത്ര എനിക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, നീ സ്വീകരിക്കണം എന്നുള്ള എല്ലാ നിലക്കും ആ തഅ്ലീമോടുള്ള ആ ജീവിതം, ആ തഅ്ലീമോടുള്ള ഖൽബിൽ ആ നിലക്ക് വറഓടുള്ള ജീവിതത്തിലായിരിക്കണം ഞാനും നിങ്ങളും ഇവിടെ ദീനിയായ പ്രവർത്തനം ചെയ്യേണ്ടത്, ഹദിയ ചെയ്യേണ്ടത്, സ്വദഖ ചെയ്യേണ്ടത്. അതേ ആ ദുനിയാവിൽ ഞാൻ വലിയ പണക്കാരനാണ്, അതേ ഞാൻ വലിയ പണ്ഡിതനാണ് എന്നുള്ള നടിപ്പ് പറ്റൂല. അതേ അല്ലാഹുവാണ് എല്ലാത്തിന്റെയും അധികാരം. അല്ലാഹുവിന് നിമിഷം മതി എന്റെയും നിങ്ങളുടെയും എല്ലാ നിലക്കുള്ള അവസ്ഥകൾ ഇല്ലാതാക്കാൻ. അതിന് ഉദാഹരണം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്നൊരു സംഭവം ഓർക്കേണ്ടതുണ്ട്. അതേ ഞാനും നിങ്ങളും ശ്വസിക്കുന്ന വായുണ്ടല്ലോ, അതേ ഡൽഹിയിലെത്തുമ്പോൾ ശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനും നിങ്ങൾ ആരും അവിടെ പോയാൽ 5000 രൂപ 10,000 രൂപ കൊടുത്തിട്ട് ഓക്സിജൻ വാങ്ങിയിട്ട് വേണം ശ്വസിക്കാൻ. എന്തേ? ഇപ്പൊ ഞാൻ നിങ്ങൾ ശ്വസിക്കുന്നില്ലേ? ഈ ശ്വസിക്കുന്നത് അല്ലാഹു എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ നേരം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായ അവസ്ഥയാണ്. അല്ലാഹു ഉദ്ദേശിച്ചവനക്ക് ഒരു കുഴപ്പമില്ല, ഇല്ലാത്തവനക്കോ ആര് പോയാലും. സയ്യിദ് ആലിമൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല, ക്രിസ്ത്യാനിന്നോ ഹൈന്ദവനെന്നോ മുസ്ലിമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാഹു സ്റ്റക്കാക്കുന്നു. ശ്വസിക്കാനുള്ള ആ ശ്വാസത്തിനുള്ള കഴിവ് റബ്ബ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ടോ ഓരോ ഹോസ്പിറ്റലാകുന്നു ഹോസ്പിറ്റല്, അതെ പല വീടുകളിലും പലതും ഇത് ഈ ഓക്സിജൻ വെക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. അങ്ങനെ സംഘടനകളെല്ലാം അതിനു വേണ്ടി പ്രവർത്തനം തുടങ്ങി. എന്നാൽ അത് നന്നോ? ഇല്ല. അത് ആ ഒരവസ്ഥ നിലച്ചത് എവിടുന്ന്? മുഅ്മിനീങ്ങളോട് മുഅ്മിനീങ്ങളെ ദുആ എല്ലാവരും അകവഴിഞ്ഞ ദുആ എല്ലാ മതവിഭാഗക്കാരും ദുആ ചെയ്യുന്നു. അങ്ങനെ അതാ അല്ലാഹു സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ പലതും പല രൂപത്തിൽ റബ്ബ് ശിക്ഷിക്കപ്പെടുകയാണ്. അതെ അല്ലാഹു ഒന്നടങ്കം മുക്കൂല, ഒന്നടങ്കം അതേ തൂഫാൻ കൊണ്ട് ശിക്ഷിക്കൂല, ഒന്നുകൊണ്ടും ചുഴലിക്കാറ്റ് എന്നല്ല ദൃഷ്ടാന്തങ്ങൾ ഏതൊക്കെയുണ്ടോ അത് ഒന്നടങ്കം മുക്കൂലന്നേ അന്ന് അല്ലാഹു ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാക്കുകൊടുത്തത്. പക്ഷേ ഞാനും നിങ്ങളും അതേ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അതേ അള്ളാഹുവിനോട് ചോദിക്കുകയുണ്ടായി. ഏതാ ഖുർആനു ശരീഫ് കൊടുത്തിട്ട് അതേ നബി തങ്ങളോട് പറഞ്ഞു, ഖുൽ നബി തങ്ങളെ പറഞ്ഞു കൊടുക്കണം, ഇന്ന വിഭാഗത്തിന് ഇന്ന ശിക്ഷ കൊടുത്തിട്ടുണ്ട്, ഇന്ന ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിന്റെ ശേഷം ഹബീബ് തിരിച്ചു ചോദിച്ചു, ഓ റബ്ബേ, എന്റെ ഉമ്മത്തിനെ ഈ രൂപത്തിൽ ശിക്ഷിക്കരുത്, തൂഫാൻ കൊണ്ട് ശിക്ഷിക്കരുത്, ലഫ്ദ കൊണ്ട് ശിക്ഷിക്കരുത്, അതേ കോട്ടകം ആക്കി മറിച്ച് കോലം മാറ്റി മറിച്ച് ശിക്ഷിക്കരുത്, കൊരങ്ങാക്കി മറിച്ച് ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അതേ ഓരോ നബിമാരുടെയും ശിക്ഷകളെ എടുത്ത് ചോദിച്ചതിന്റെ എല്ലാം ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തു, ഓ നബിയേ, ഞാൻ ശിക്ഷിക്കൂല, പക്ഷേ അതേ അധികരിച്ചാൽ, അതേ അതിക്രമിച്ചാൽ, ദുൽമ അധികരിച്ചാൽ ഒന്നടങ്കം നശിപ്പിക്കൂല, പക്ഷേ കുറച്ചായി ഞാൻ അവരെ നശിപ്പിക്കും, കുറച്ചായി ഞാൻ അവർക്ക് ഡോസ് വിട്ടുകൊടുക്കും. അത് എന്തിനു വേണ്ടി? അതേ ചിന്തിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരു റബ്ബുണ്ട്, ഇതേ കഴിവ് തന്ന റബ്ബുണ്ട്, സമ്പത്ത് തന്ന അള്ളയുണ്ട്, വായ് തന്ന അള്ളയുണ്ട്, കാഴ്ച തന്ന അള്ളയുണ്ട്, കേൾവി തന്ന അല്ലാഹു ഉണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഓ നബിയേ, ഞാൻ നിങ്ങളെ ഉമ്മത്തിനത് ബോധിപ്പിക്കൊടുത്തു. അതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്, അതിന് നിങ്ങൾ തടസ്സമാകരുത് എന്ന് പറഞ്ഞ് നബി തങ്ങളോട് അങ്ങനെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, എന്തായാലും ഏത് രൂപത്തിലായാലും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് എതിരെ പ്രവർത്തിച്ചാൽ, ദീനെതിരെ പ്രവർത്തിച്ചാൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു ശിക്ഷ ലഭിക്കും എന്നുള്ളത് അതിൽ നിന്ന് ഉറപ്പായി. അതാണ് കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അതേ ഈ ടെക്നോളജിയിലൂടെ പല ഫിത്നകളും ഉണ്ടാക്കി അല്ലാഹു രോഗത്തെ അധികരിപ്പിക്കുന്നു. രോഗമില്ലാത്ത രോഗം പറഞ്ഞ് അവനവന്റെ സമ്പത്ത് തിരിച്ചു പിടിക്കുന്നു. സ്കാൻ നോക്കി പലതും പറഞ്ഞ് അവനക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ്, അതെ മാത്രമല്ല ഏതുവരെ ഈ ജനിപ്പിക്കപ്പെടുന്ന കുട്ടിക്ക് വരെ സ്കാൻ നോക്കി പറയുന്ന കുട്ടിക്ക് ഉടലില്ല, തലയില്ല, അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിഅമത്ത്, കൊടുത്ത ഫള് അല്ലാഹു എടുത്തു കളയുന്നു. എന്താ കാരണം? അല്ലാഹുവിനോടുള്ള വിശ്വാസം കുറഞ്ഞു തന്നെ. ഏതെങ്കിലും വ്യക്തി, ഏതെങ്കിലും ഒരു സയ്യിദ്, ഏതെങ്കിലും ആലിമ് നിക്കാഹിന്റെ സമയത്ത് 3-ാം മാസത്തിൽ മക്കളുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ 5 മാസം, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് മക്കളുണ്ടാകുമെന്ന് ആരെങ്കിലും പകുതി ഒപ്പ് തന്നിട്ടുണ്ടോ? ഇല്ല. അത് റബ്ബിന്റെ മഹളായ ഫള് കൊണ്ട് ഉണ്ടായതാണ്. ആ മഹളായ ഫള് കൊണ്ട് ഉണ്ടായ സമയത്ത് അതേ ഞാനും നിങ്ങളും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് സ്വീകരിക്കണം. സ്വീകരിച്ചതിന്റെ ശേഷമോ അതേ 3-ാം മാസമായിട്ടതാ അവൻ ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടറെ കാണിച്ചതിന്റെ ശേഷം അതേ പറയുന്നു, കുട്ടിക്ക് തലയില്ല. ഓ മുഅ്മിനീങ്ങളെ, 3-ാം മാസത്തിൽ ഏത് കുട്ടിക്കാണ് തലയുണ്ടാവുക? ലോകത്ത് ഒരു കുട്ടിക്കും 3-ാം മാസത്തിൽ തല കൊടുത്തിട്ടില്ല ഇതുവരെ. ഇങ്ങനെ അങ്ങോട്ടനിയും ഉണ്ടാകുമെന്ന് എനക്ക് പറയാൻ സാധിക്കുന്നുമില്ല. അതേ ആ 3-ാം മാസത്തിൽ അല്ലാഹു നോക്കി, അതുവരെ റബ്ബ് നോക്കിയില്ലേ? 5-ാം മാസത്തിലും അല്ലാഹു നോക്കി, 9-ാം മാസം വരെ റബ്ബ് നോക്കി. എന്നിട്ടോ ആ 9-ാം മാസത്തിന് ഡോക്ടർ പോയി കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്ത് കുട്ടി വളർന്നിട്ടുണ്ട്, അതേ കുട്ടിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അതാ ആ കുട്ടി, അതേ ഈ സഹോദരി അതാ കുട്ടീന്റെ ഈ ഡോക്ടറോട് എല്ലാ വിഷയവും കേട്ടതാ ഡോക്ടറിലേക്ക് വിശ്വാസം അർപ്പിച്ച് ആ കുട്ടിനെ അതാ ഓപ്പറേഷൻ ചെയ്യുന്നു. ചിലത് അബോർഷൻ ചെയ്യുന്നു, ചിലത് എടുത്തു കളയുന്നു. ഓ മുഅ്മിനീങ്ങളെ, ഈ ടെക്നോളജി വർദ്ധിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും ഈമാൻ വർദ്ധിപ്പിക്കല്ലേ വേണ്ടത്. ഏത് രൂപത്തിൽ? 3-ാം മാസം തലയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയേണ്ട രൂപമേതാ? ഡോക്ടർ അൽഹംദുലില്ലാഹ് തലയില്ലെങ്കിലും ഉടലെങ്കിലും ഇല്ലേ, ഇൻഷാ അല്ലാഹ് ഞാനിങ്ങന്ന് അങ്ങോട്ട് ദുആ ചെയ്യാം, തല ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാം.
എന്ന് ചിന്തിച്ച് റബ്ബിലേക്ക് മടങ്ങുന്ന സമയത്ത്, ഞാനും നിങ്ങളും മടങ്ങേണ്ട സമയത്ത് പകരം ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നു? ഡോക്ടറിലേക്ക് വിശ്വാസം അർപ്പിച്ചിട്ടതാ അവനവന്റെ ഈമാൻ എടുത്തു കളയുന്നു. അവനവന്റെ ഈമാൻ ടെക്നോളജിക്ക് വേണ്ടി എടുത്തു കളയുന്നു. പിന്നീട് എങ്ങനെയാണ് അല്ലാഹു കൂട്ടു നിൽക്കുക? ഞാനും നിങ്ങളും ടെക്നോളജി ബേക്കിൽ പോയപ്പോൾ അല്ലാഹു അതാ പോയിക്കോട്ട്, പോന്നത്ര പോട്ട്, എത്രത്തോളം പോകും ഓഡിയോ തളരുമെന്ന് ചൊല്ലുണ്ടല്ലോ എന്നതുപോലെ പോന്നത്ര പോട്ട് എന്നുള്ള ആ രീതിയിൽ സഹോദരി സഹോദരന്മാരെ വളരെ ശ്രദ്ധിക്കണം. കാലഘട്ടം വളരെ മോശമാണ്. ഞാനും നിങ്ങളും വളരെ ശ്രദ്ധിക്കണം. നമ്മളുടെ ഈമാൻ അത് വർദ്ധിക്കുകയാണെങ്കിൽ മുൻകഴിഞ്ഞു പോയ ആലിമീങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. മാത്രമല്ല ഖുർആൻ ശരീഫ് ഓതണം. അതേ ഈ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മൊബൈൽ കൂടെ സ്വന്തം നഫ്സിന്റെ നഗ്നമായ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അതേ പൈസ ഉണ്ടാക്കരുത്, അങ്ങനെയുള്ള സമ്പത്തുണ്ടാക്കരുത്. ഹറാമാണ്. ശുബ്ഹത്തായ മുതൽ കരങ്ങുന്നു. ആ മുതൽ കരരുമ്പോൾ, ഓ ശുബ്ഹത്തായ മുതൽ കരരുമ്പോൾ, ഓ മുഅ്മിനീങ്ങളെ, എന്റെയും നിങ്ങളുടെ ദുആ ഇവിടെ സ്വീകരിക്കുന്നു. ശുബ്ഹത്തിന്റെ മുതൽ കലർന്നാൽ ദുആ സ്വീകരിക്കോ? ഇല്ല, ഇല്ല. അതേ കാലത്തിനടിസ്ഥാനത്തിൽ വേണ്ടിയിട്ട് അതേ എല്ലാം ഹലാലാക്കി, അതേ ഫോട്ടോ കൊണ്ട് നിക്കാബിട്ടത് കൊണ്ട് ഫോട്ടോ എടുത്ത വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് കൊണ്ട് നിക്കാബുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അതാ അവരവരുടെ ഓരോ നഗ്നമായ ആ കണ്ണ് വരെ അന്യ പുരുഷന്മാർക്ക് കാണാൻ പാടുള്ളതല്ല. അവര് കണ്ടോട്ടെ എന്നുള്ള രൂപത്തിലാണല്ലോ സ്റ്റാറ്റസിന്റെ രീതി. അപ്പോൾ അതിന്റെ ഹുക്മ മാറുന്നു. അങ്ങനെ ഓരോന്നും ഞാനും നിങ്ങളും വിചാരിക്കുന്നത് പോലെ ദീൻ, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ ഒരു കണക്കുണ്ട്. മദ്ഹബിന്റെ ഇമാമുകളുടെ എല്ലാ നിലക്കുള്ള അധിഷ്ഠിത ദീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അതേ ആലിമീങ്ങളെല്ലാം നിൽക്കും ഖിയാസാക്കി നോക്കുമ്പോൾ ചിലത് ഹറാമുണ്ടാകും, ചിലത് ഹലാലായിരിക്കും. ഞാനും നിങ്ങളും വിലയിരുത്തുന്നതല്ല അല്ലാഹു ഹലാലും ഹറാമും. ദീൻ എന്താണോ പറഞ്ഞത് അതാണ് ഹറാമും ഹലാലും. ആ നിലക്കായിരിക്കണം ഞങ്ങളുടെ ജീവിതം എന്നല്ലാതെ അവനവന്റെ ഹുസ്നുല്ലന്നല്ല, അവനവന്റെ അതേ ഈ ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇല്ല ടെക്നോളജി എല്ലാം ഹലാലാണ് എന്നുള്ള അവസ്ഥ വരുത്തി തീർക്കരുത്. ഓ സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ചെടുത്തു പറയുന്നു നിങ്ങളോട്, ഗ്രൂപ്പാകുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതേ ഫിത്നയും ഫസാദ് ഉണ്ടാക്കരുത്. മുൻകഴിഞ്ഞു പോയ സ്ത്രീ പുരുഷന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ രസം പറയല് അതേ എനക്കും നിങ്ങൾക്കും ഹോബിയാണെങ്കിൽ അല്ലാഹുവിന്റെ അടുത്തത് കഠിനമായ ശിക്ഷയാ. റബ്ബിന്റെ വക്കൽ നിന്ന് അത് കഠിനമായ ശിക്ഷയാണ്. എനക്കും നിങ്ങൾക്ക് തോന്നിയവാസം കളിക്കാനുള്ള ദീൻ എന്തും തന്നെ മക്കളെ വരെ കിട്ടിയാൽ അതെടുത്ത് വീഡിയോ ഉണ്ടാക്കാൻ എന്നിട്ട് പ്രചരിപ്പിച്ച് പൈസ ഉണ്ടാക്കാം. എന്തൊരു കാലഘട്ടം, എന്തൊരു കാലഘട്ടം. പഴയ കാലഘട്ടത്തിൽ മക്കളെ കിട്ടിയാലും അവരെല്ലാം അതേ മൗലൂദ് സദസ്സിൽ ഇരുത്തിയിട്ട് അങ്ങനെ ആത്മീയതയിലേക്കാണ് നയിച്ചത്. എന്നാൽ ഇന്ന് അതല്ല. ഇന്ന് ആത്മീയത മൊബൈലാകുന്ന വീഡിയോ എടുത്ത് അതിലൂടെ ഒരു ആത്മീയത എടുക്കുക. എന്നിട്ടോ അതേ പലതും കളവ് പറഞ്ഞ് ഉസ്താദന്മാരോടല്ല അതേ എന്താന്നൊക്കെയുള്ള ആ കോമാളിത്തരം കളിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കി രസം പറയൽ, അത് നോക്കി ചിരിക്കല്. എന്തൊരു കാലഘട്ടം. വേറെ ഏതോ ഉസ്താദ് പറഞ്ഞ ആ ഉസ്താദിനെ കളിയാക്കുക. അങ്ങനെ പലതും. ഓ മുഅ്മിനെ, അവനവൻക്ക് ആ ഉസ്താദ് രക്ഷിതാവാണ്, നിങ്ങൾക്ക് നിങ്ങൾ രക്ഷിതാവാണ്, അവനവന്റെ മക്കൾക്ക് അവനവൻ ബാപ്പയാണ്. കളിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവാണ് കണ്ണിന് കാഴ്ച തന്നത്, അല്ലാഹുവാണ് ചെവിക്ക് കേൾവി തന്നത്, അല്ലാഹുവാണ് നാവിന് സംസാരം തന്നത്. ഈ തന്ന നിഅമത്തിന് മറുപടി പറയേണ്ടതുണ്ട്. അതേ
വെറുതെ രസത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ്, ഞാൻ അവരെ പ്രകോപിക്കാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് കൈച്ചലാകൂല. ഞാനും നിങ്ങളും കൈച്ചലാകേണ്ടത് അള്ളാഹു പറഞ്ഞ തമാശകൾ രൂപമായിരിക്കണം. ആ തമാശ രൂപ നേടിയാൽ കുഴപ്പമില്ല. പകരം അതേ അവനവൻക്ക് തോന്നിയ തമാശയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് അത് ഹറാമാ, അത് ജായിസല്ല. തോന്നിയതുപോലെ കോലം കെട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആ രൂപത്തിൽ ഞാനും നിങ്ങളും മാറിയിട്ടുണ്ട്. അതിനെല്ലാം കാരണം ടെക്നോളജി തന്നെയാണ്. ഈ കാലഘട്ടമല്ലേ എന്ന് പറഞ്ഞൊരു ഒയ്യല്. അള്ളാഹുവിനെന്ത് കാലഘട്ടം? അനക്കും നിങ്ങൾക്കോടോ റബ്ബ് ഖബറിലൊരു കാലഘട്ടം വരാനില്ലേ? അതൊരു കാലഘട്ടമാണ്. അത് ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അന്നേക്കന്ന് ഇന്നേക്കിന്ന് എന്നുള്ളൊരു ജീവിത രീതി. അതുകൊണ്ട് തന്നെയാണ് അതെ വരാൻ പോകുന്നൊരു കാലഘട്ടമുണ്ട്, ഇത് ഖബർ. ആ ഒരു ചിന്തയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളും എന്തോ കോപ്രായത്തിനും കൂട്ടു നിൽക്കുന്നത്. ശേഷം വരാൻ പോകുന്ന ഖബറിനെ ആലോചിച്ചാൽ ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കോ? ഇല്ല. ഖബറിലെ കൂട്ടുകാരന്മാരായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? അവനവൻ ചെയ്ത അമല് തന്നെ. ഖബറിൽ അതേ എല്ലാ മുങ്കർ അതേ എല്ലാ നിലക്കുള്ള മലക്കുകളുടെ ചോദ്യം കഴിഞ്ഞതിന്റെ ശേഷം ഒരു രൂപം വരും. ഏതാ? നൂറാകുന്ന രൂപം വരും, തീകോളമാകുന്ന രൂപം വരും. നൂറാകുന്ന രൂപം വരുത്തേതാണ്? നല്ലത് ചെയ്യതായ അമലുകൾ റബ്ബ് സ്വീകരിച്ചാൽ ആ അമൽ പറയും, അനക്കറിയോ ഓ മനുഷ്യ, ഓ അബ്ദുള്ള, ഓ മസ്ഊദേ, നിനക്കറിയോ ഞാൻ ആരാണെന്ന്? അപ്പോൾ പറയും അറിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് ഓർത്തെടുത്ത് നോക്ക് എന്ന് പറയുമ്പോൾ ഇല്ല അറിയൂല എന്ന് പറയും. എന്നാൽ ഞാൻ നീ ചെയ്ത സ്വതക്കയാണ്, നീ ചെയ്ത ഹദിയാണ്, നീ ചെയ്ത സ്വാന്തന പ്രവർത്തനമാണ്, നീ പഠിച്ച ഇൽമാണ്, നീ പഠിച്ച ഇൽമ നഫ്ആക്കി കൊടുത്തതാണ് എന്ന് പറഞ്ഞ് അതേ ചെയ്ത അമല് അക്കാട്ട് പറയും. എന്നിട്ടോ ആ രൂപമാണ് ഞാൻ എന്ന് പറയും. അങ്ങനെ നല്ല സ്വാലിഹീങ്ങളായ ഖബറിന്റെ അവസ്ഥ അത്. എന്നാൽ മറിച്ചോ, ഖബർ തീഗോളമാകുന്ന ഖബറുമുണ്ട്. അതേതാ? സയ്യിആത്ത് ചെയ്തത്. അതേ പറയും, നീ ചെയ്ത കഞ്ചാവില്ലേ, നീ ചെയ്ത വ്യഭിചാരമില്ലേ, അതെ നീ ഏതൊക്കെ പലിശയില്ലേ, അതേ ഞാൻ നീ ചെയ്ത നഗ്നമായ ഫോട്ടോസ് വീഡിയോസ് നടത്തിയ ഹറാമില്ലേ, അതാണ് ഞാൻ. എന്നാൽ നീ പോ എൻ്റെ അടുത്തേക്ക് വരല്ലേ എന്ന് ഈ ഖബർ കടക്കുന്ന ആരാണോ ആ വ്യക്തി പറയുമ്പോൾ അത് പോകൂല. എന്തേ? നീ അങ്ങേറ്റം ഇഷ്ടപ്പെട്ടല്ലേ കഞ്ചാവടിച്ചത്, അങ്ങേറ്റം ഇഷ്ടപ്പെട്ടല്ലേ വ്യഭിചരിച്ചത്, അങ്ങേറ്റം ഇഷ്ടപ്പെട്ടല്ലേ പലിശ തിന്ന് എന്ന് പറഞ്ഞ് അതേ ഈ തീഗോളമതാ ഇവനിലേക്ക് അടുക്കുന്നു. അവൻ കഥാ എല്ലാ നിലക്കുള്ള അസഹ്യനമായ വേദന എന്നല്ല ഏതെല്ലാം നിലക്കുള്ള ശിക്ഷയുണ്ടോ അതെല്ലാം ആ ഖബറിൽ കിട്ടുന്നു. ഇത് ചെറിയൊരു ഉദാഹരണം. അങ്ങനെ പലതും പാമ്പുകളും തേളുകളും ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അതും വരാനുണ്ട് എന്നുള്ള ചിന്തയോടായിരിക്കണം ഞാനും നിങ്ങളും ഇവിടെ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് പേടിക്കേണ്ടതില്ല. കാരണം എന്ത്? അല്ലാഹുവിനെ ഭയപ്പെട്ടുള്ള ജീവിതമായിരിക്കും അത്. ആ തഖ്വയുള്ള ജീവിതമായിരിക്കും. ഇല്ലെങ്കിലോ അതേ മറിച്ച് നേരെ അക്സാക്കിട്ട് അല്ലാഹുവിനെ ദീനിനെതിരെ പ്രവർത്തിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ആ നിലക്ക് പ്രവർത്തിക്കാതെ ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കണം. അങ്ങനെ ഖുർആൻ ശരീഫ് ഓതണം. ഖുർആൻ ഓതിയാൽ തന്നെ ഒരുവിധം ഖൽബിലുണ്ടാകുന്ന എല്ലാ രോഗം, ഏത് ഫിത്നയും ഫസാദും ഹസദും കിബറുമില്ലേ, ആ രോഗമെല്ലാം ആ ഖൽബിൽ നിന്ന് എടുത്തു കളയപ്പെടും.
ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി, ആഖിബത്ത് നന്നാകാൻ വേണ്ടി ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് അവര് വരെ 60 ഖത്ം ഓതിയത് കാണാം, ചരിത്രത്തിൽ കാണാം. എന്തിനു വേണ്ടി? വലിയ മദ്ഹബിന്റെ ഇമാമാണ്, 100,000-ലപ്പുറം ഹദീസ് പഠിച്ച പണ്ഡിതനാണ്. അവര് പോലും ഖൽബ് ആ ആഖിബത്ത് നന്നാവാൻ വേണ്ടി, ശുദ്ധീകരിക്കാൻ വേണ്ടി. അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ നമുക്കത് കാണിച്ചു തന്ന രൂപം നമ്മൾ നിങ്ങളും മനസ്സിലാക്കേണ്ടത് ആ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ള ഖബർ ജീവിതത്തിന്റെ ഗൗരവം അവിടെ അറിയിക്കുകയാണത്. അത്രത്തോളം അവര് പോലും ഖത്മാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും കൈച്ചലാവണമെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല. എന്തോ കുരുത്തവും പൊരുത്തത്തിൽ ജയിക്കണക്ക, അല്ലാതെ ഞാനും നിങ്ങളും കളിതിരി കൊണ്ട് മതിയാവൂല. അതുകൊണ്ട് നിങ്ങള് ഈ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും കോലം കെട്ടരുത്. അവനവന്റെ ജീവിതം നെട്ടോട്ടമുണ്ടല്ലോ, ഈ 63 വയസ്സ് അല്ലാഹു കണക്കാക്കിയ ആ വയസ്സിലെ നെട്ടോട്ടം ഖബറിന്റെ വിജയത്തിന് വേണ്ടിയാണെന്നുള്ള ബോധത്തിൽ കൂടിയാണെങ്കിൽ അതെ അല്ലാഹു വിജയിപ്പിക്കും. ഇല്ലെങ്കിലോ കണ്ടറിയേണ്ടതുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.